കൊല്ലത്തെ മഴ വിവരങ്ങളിലേക്ക് പോകാം. നഗരപ്രദേശത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ദിലീപ് ദേവസിയാണ് ചേരുന്നത്. ദിലീപ്, കൊല്ലത്ത് ഇപ്പോഴും മഴ പെയ്യുകയാണോ? എവിടെയൊക്കെ മഴക്കെടുതി അനുഭവിക്കുന്നുണ്ട്? റോഷി, കൊല്ലം ജില്ലയുടെ നഗരത്തിൽ മഴ ഇടവിട്ട് ശക്തമായി പെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ശാന്തമായ അന്തരീക്ഷമാണെങ്കിൽ പോലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായി പെയ്യുകയാണ്. ഇന്നലെ അടക്കം വലിയ തോതിലുള്ള കൃഷിനാശങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. കൃഷി മാത്രമല്ല, പല വീടുകളുടെ മുകളിലേക്കും മരം വീണ് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി. പുനലൂർ കുളത്തുപ്പുഴ ദേശീയപാതയിൽ വാഹനത്തിന് കുറുകെ ഈ മരം കടപുഴകി വീണത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തെന്മല ഡാമിൻ്റെ ഷട്ടർ 5 സെൻറ്റിമീറ്റർ, 2 ഷട്ടറുകളാണ് 5 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുകയും ചെയ്തത്. പടിപടിയായി 80 സെൻറ്റിമീറ്ററോളം ഉയർത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയ അനുമതി. ഇതോടുകൂടി തന്നെ വൃഷ്ടിപ്രദേശത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം തീരദേശ മേഖലകളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. തിരമാലകൾ ഉയരാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ കടലോരത്തിൽ താമസിക്കുന്ന ആളുകൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും. കൂടാതെ ഈ ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെ മരം ഏതെങ്കിലും ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ KSEBിയിൽ അറിയിക്കണമെന്നും ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ രാത്രിയുള്ള യാത്ര അത് നിയന്ത്രിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഈ ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ തെന്മല ഡാമിൻ്റെ ഷട്ടർ ഉയർത്തി എന്നുള്ളതാണ്. 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. വൃഷ്ടിപ്രദേശത്ത് ജലനിരപ്പ് ഉയരുന്നതിനാൽ അവിടെയുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. റോഷ്നി.